ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ എലിമിനേഷനായിട്ട് കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഇങ്ങനെ നിന്നപ്പോൾ റെനീഷ അഖിൽമാരാരോട് ചോദിക്കുന്നുണ്ട്, അഖിലേട്ടാ ഇതിലാരെയെങ്കിലും അഖിലേട്ടന് സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ, ആരെയെങ്കിലും എലിമിനേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നും റെനീഷ ചോദിക്കുന്നുണ്ട്. അപ്പം അഖിൽമാരാർ പറയുന്നുണ്ട്, ഇത് രണ്ടും എൻ്റെ ആഗ്രഹത്തെ ബേസ് ചെയ്തിട്ടല്ലല്ലോ, അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ലേ എന്ന് അഖിൽമാരാർ ചോദിക്കുന്നുണ്ട്. ഇതുവരെയുള്ള അവരുടെ പെർഫോമൻസും ടോട്ടാലിറ്റിയും എല്ലാം വിലയിരുത്തുമ്പോൾ ഈ നിൽക്കുന്നതിൽ അനഘ യു ആർ എലിമിനേറ്റഡ് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും മോൾക്ക് ലാസ്റ്റായിട്ട് പറയാനുണ്ടോ എന്ന് രഞ്ജിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനഘ പറയുന്നുണ്ട് എന്നേക്കാൾ എന്ന് ഞാൻ പറയുന്നില്ല, ഇന്നലെ റാഷ പറഞ്ഞതുപോലെ എന്നേക്കാൾ താഴെയുള്ള ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഈ ടീമിലുണ്ട്, അതാരാണെന്ന് പറയാമെന്ന് രഞ്ജിനി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അനഘ പറയുന്നത് സോന അലക്സിൻ്റെ പേരാണ്. ഇതൊരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ല, ഇതൊരു ഈഗോ അല്ല എന്നും അനഘ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് രഞ്ജിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനഘ പറയുന്നത് ആൾക്കാരോട് പെരുമാറുന്ന ആ ഒരു രീതി, ആളിൻ്റെ പേഴ്സണാലിറ്റി, മറ്റുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ എനിക്ക് കുറച്ച് ഒഫെൻസീവ് ആണെന്ന് പറയുന്നുണ്ട് അനഘ. ഇവിടെ വന്ന സമയത്ത് നല്ലൊരു ഫ്രണ്ടായി ഞാൻ മെൻഷൻ ചെയ്തിരുന്നു അവളോട് തന്നെ. ഞാനൊരു നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടത്, ഞാൻ അവളോട് പറയുകയും ചെയ്തു. പക്ഷേ അവൾ ഏത് രീതിയിൽ എടുക്കുന്നുള്ളത് അത് അവളുടേതാണ്, അതിനകത്ത് എനിക്ക് പരാതിയില്ല, അത് അവളുടെ ഇഷ്ടം. അങ്ങനെ അനഘ പോകുന്നതിന് മുമ്പ് തന്നെ സോനയ്ക്കിട്ടൊരു പരിപാടി ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ജഡ്ജസിൻ്റെ അടുത്ത് സോനയെ പറ്റിയുള്ള 3 കംപ്ലൈൻറ്റുകൾ കൊടുത്തു വെച്ചിട്ടാണ് അനഘ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ അഗ്നിപരീക്ഷയിൽ ഇതിനു മുന്നേയും ഒരു കണ്ടസ്റ്റൻറ്റ് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നേക്കാൾ ഡിസർവിങ് അല്ലാത്ത ആളെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ജഡ്ജസിന് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നടന്ന എലിമിനേഷൻ റൗണ്ടിൽ ഇതേ റീസൺ പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റിനെ ആ സ്പോട്ടിൽ അവർ എലിമിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അനഘ ഇങ്ങനെ മറ്റൊരാളുടെ പുറത്ത് കുറ്റം ചുമത്തരുതായിരുന്നു. അഗ്നിപരീക്ഷയിൽ നിന്ന് തന്നെ എലിമിനേറ്റായി പോയിരിക്കുകയാണ് അനഘ. അഗ്നിപരീക്ഷയുടെ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.